തീപിടുത്തത്തെ തുടർന്ന് യൂറോപ്പിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം നിശ്ചലമായത് 18 മണിക്കൂർ. അടച്ചിട്ട ഹീത്രോ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഒടുവിൽ പുനരാരംഭിച്ചു. ലക്ഷക്കണക്കിന് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിയ തീപിടുത്തത്തിന് പിന്നിൽ ഭീകരാക്രമണമാണെന്ന സംശയവും ഉയരുകയാണ്. ലണ്ടനിലെ ഒരു സബ്സ്റ്റേഷനിലുണ്ടായ തീപിടുത്തത്തെ തുടർന്നാണ് ഹീത്രോ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ആകെ താളം തെറ്റിയത്. വെള്ളിയാഴ്ച 18 മണിക്കൂറോളം വിമാനത്താവളം നിശ്ചലമായി. വിമാന സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ടെങ്കിലും സർവീസുകൾ പഴയ നിലയിലാകാൻ കുറച്ച് ദിവസങ്ങളെടുക്കുമെന്നാണ് ഹീത്രോ അധികൃതർ വ്യക്തമാക്കുന്നത്. വ്യാഴാഴ്ച രാത്രി 11-നാണ് സബ്സ്റ്റേഷനിൽ തീപിടുത്തമുണ്ടായത്. ഇതേ തുടർന്ന് ഹീത്രോയിലെ വൈദ്യുതി നിലച്ചു. ബാക്കപ്പ് സംവിധാനം പര്യാപ്തമല്ലാതിരുന്നതിനാൽ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. ഈ സമയം 120 വിമാനങ്ങൾ ഇവിടേക്കുള്ള യാത്രയിലായിരുന്നു. ഇവ മറ്റു വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചു വിട്ടു. ആകെ 1300-ലേറെ വിമാന സർവീസുകൾ മുടങ്ങി. ലക്ഷക്കണക്കിന് യാത്രക്കാർ ബുദ്ധിമുട്ടിലായി. തീവ്രശ്രമത്തെ തുടർന്ന് 7 മണിക്കൂർ കൊണ്ട് തീയണയ്ക്കാനായെങ്കിലും 18 മണിക്കൂറിന് ശേഷമാണ് ആദ്യ വിമാനം ഇറങ്ങിയത്. ലണ്ടനിലെ ഹെയ്സിലുള്ള നോർത്ത് ഹൈഡ് ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനിലായിരുന്നു പൊട്ടിത്തെറി. തീ നിയന്ത്രണ വിധേയമാക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾക്ക് ഏകദേശം 7 മണിക്കൂർ വേണ്ടി വന്നു. സബ്സ്റ്റേഷനിലെ തീപിടുത്തത്തിന്റെ കാരണം വിവിധ ഏജൻസികൾ അന്വേഷിച്ചു വരികയാണ്. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെക്കുറിച്ച് ലണ്ടൻ അഗ്നിശമന സേന അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും യാതൊരു തകരാറുകളും അധികൃതർ കണ്ടെത്തിയിട്ടില്ല. വൈദ്യുതി സ്റ്റേഷനിലെ പൊട്ടിത്തെറിയും തീപിടുത്തവും തീവ്രവാദ പ്രവർത്തനമല്ലെന്ന് പ്രാഥമികമായി വിലയിരുത്തപ്പെടുന്നുണ്ടെങ്കിലും ഭീകരവാദ വിരുദ്ധ ഉദ്യോഗസ്ഥർ കാരണം കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ്. സബ്സ്റ്റേഷനിലെ ഒരു ട്രാൻസ്ഫോമറിനകത്തെ 25,000 ലിറ്റർ കൂളിംഗ് ഓയിലിന് തീപിടിച്ചതാണ് പൊട്ടിത്തെറിക്കും തീ ആളിക്കത്താനും കാരണമായതെന്നാണ് വിലയിരുത്തൽ. 700ഓളം ഫയർ ഫൈറ്റർമാർ അക്ഷീണം പ്രയത്നിച്ചാണ് തീയണച്ചത്. ന്യൂയോർക്ക്, മയാമി, ജോഹന്നാസ്ബർഗ്, സിംഗപ്പൂർ, ബാങ്കോക്ക്, സിഡ്നി, ഹോങ്കോങ് തുടങ്ങി ലോകത്തിലെ എല്ലാ പ്രധാന നഗരങ്ങളിൽ നിന്നും ഓരോ മണിക്കൂറിലും ഹീത്രോ വിമാനത്താവളത്തിലേക്ക് വിമാന സർവീസുണ്ട്. കഴിഞ്ഞ വർഷം ഹീത്രോവിലെ യാത്രക്കാരുടെ എണ്ണം 8.39 കോടിയായിരുന്നു.